രുചിക്കൂട്ട്. മുട്ട ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഓംലെറ്റ്. മാംസ്യസമൃദ്ധമാണ് മുട്ട, പ്രത്യേകിച്ചും മുട്ട വെള്ള. അതിൽ ഫാറ്റില്ല. 17 കലോറി മാത്രമേ ഒരു മുട്ട വെള്ളയ്ക്കുള്ളൂ. മുട്ടയുടെ മഞ്ഞക്കരുവിൽ ഫാറ്റ് ഉണ്ടെങ്കിലും ധാരാളം ജീവകങ്ങളും ഒപ്പമുണ്ട്. കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ് അത് മാറ്റി നിർത്തേണ്ട ആവശ്യമുള്ള ഒന്നാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാം. ഒരു 5 മുട്ട മുഴുവനായോ അല്ലെങ്കിൽ 10 മുട്ടയുടെ വെള്ള മാത്രമോ എടുക്കുക. ഇനിയിപ്പോൾ ഈ ഓംലെറ്റിന് കുറച്ച് നല്ലൊരു ഷേപ്പ് കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ച് ഓട്സ് അല്ലെങ്കിൽ കോൺഫ്ലോറും കൂടി ഇതിൻ്റെ കൂടെ എടുക്കാം. ഇനി നമുക്ക് കുറച്ച് പച്ചക്കറികൾ ചേർക്കാം. ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഒപ്പം തന്നെ 2 മുളകും അരിയുക. പിന്നെ കൂൺ ചേർക്കാം, ബ്രൊക്കോളി ചേർക്കാം, ക്യാരറ്റ്, ബീൻസ്, സ്പ്രിംഗ് ഒണിയൻ എന്ന് പറയുന്നത് ഉള്ളിയുടെ ഇളന്തണ്ട്, അത് ചേർക്കാം. ലീക്സ്, അത് ഒരു തരം സെലറിയൊക്കെ പോലെയുള്ള ഒന്നാണ്, അത് വേണമെങ്കിൽ ചേർക്കാം. ബ്രൊക്കോളി എന്ന് ഞാൻ പറഞ്ഞു, അത് പച്ചക്കറികളിൽ കോളിഫ്ലവർ പോലെ ഇരിക്കും, പക്ഷേ ഗ്രീൻ കളറാണ്. ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ് അതിനകത്തുണ്ട്. ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ ചെറുക്കാനുള്ള കഴിവുണ്ട് എന്നും പറയപ്പെടുന്നു. ഇതിൽ ഏതെങ്കിലുമൊക്കെ എടുത്തിട്ട് ഒരു കപ്പോളം അരിഞ്ഞെടുക്കുക. എന്നിട്ട് മുട്ട ഒന്ന് നന്നായിട്ട് അടിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കുരുമുളകും ഇടണം. ഈ പറഞ്ഞ പച്ചക്കറികളുമൊക്കെ അതിലേക്ക് നന്നായിട്ട് ചേർത്ത് അടിച്ചെടുക്കുക. മല്ലിയിലയോ പാസ്ലിയോ ഒക്കെ ഇതിൻ്റെ കൂടെ പോകും, അതൊക്കെ വേണമെങ്കിൽ ചേർക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് ഓയിൽ ഒരു പാനിൽ ഒഴിച്ചതിന് ശേഷം ഈ തയ്യാറാക്കി വെച്ച മിക്സ് നമുക്കിതിലേക്ക് ഒഴിക്കാം. എന്നിട്ടൊന്ന് കുറച്ച് നേരം അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് ഉപയോഗിക്കാം. കുറേയും കൂടി ഒരു നല്ല ഫ്ലേവർ കിട്ടണം എന്നുണ്ടെങ്കിൽ, ഒരു പിസ്സ പോലെയൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ കുറച്ച് സോസ് ഒഴിക്കാം, കുറച്ച് ഒറിഗാനോ ഇടാം. അങ്ങനെ നമ്മളുടെ ഇഷ്ടത്തിന് രുചിക്കുമനുസരിച്ചുള്ള മാറ്റങ്ങൾ അതിലെന്തായാലും വരുത്താം. ഇത് ഒരു ഫുൾ മീൽ പോലെ നമുക്ക് കഴിക്കാവുന്ന ഒന്നാണ്. അതിൻ്റെ കൂടെ പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു നേരത്തെ നമ്മളുടെ പോഷക ആഹാരം എത്രത്തോളം വേണമോ അത് നമുക്ക് ലഭ്യമാകും. ഇനിയിപ്പോൾ നമ്മൾക്ക് എണ്ണയൊന്നും ചേർത്ത് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ ഇത് ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ കുറച്ച് സമയം അത് വേകുന്നത് വരെ ഒന്ന് വെച്ച് ബേക്ക് ചെയ്തെടുക്കുകയും ആവാം. അപ്പോൾ അധികം പണിയൊന്നും ഇല്ലാതെ പെട്ടെന്ന് എങ്ങനെയാണ് ഒരു ഓംലെറ്റ് രുചികരമായി പോഷകസമ്പുഷ്ടമായി ഉണ്ടാക്കാം എന്നാണ് ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. ഒന്ന് ഉണ്ടാക്കി നോക്കുക. മറ്റൊരു റെസിപ്പിയുമായി നാളെ. രുചിക്കൂട്ട്. നിർവഹണം ലീന.